വയനാട്ടിലെ 17 പഞ്ചായത്തുകൾ പരിസ്ഥിതി ലോല മേഖലകളായി വിലയിരുത്തിയിട്ടുണ്ടെന്ന് വയനാട്ടിലെ സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ സി.കെ. വിഷ്ണുദാസ്. പഠനത്തിൽ കണ്ടെത്തിയ 6-7 സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിൽ സാധ്യത കൂടുതലാണെന്നും അദ്ദേഹം ദൂരദർശൻ വാർത്തകളോട് പറഞ്ഞു. ഈ മേപ്പാടി പഞ്ചായത്തിൽ തന്നെ പോയി സെഷൻസ് ഒക്കെ നടത്തി ഞങ്ങൾ എല്ലാ വർഷവും ഒരു പ്രീ മൺസൂൺ വർക്ക്ഷോപ്പ് നടത്താറുണ്ട്. ഈ സെൻസിറ്റീവ് ഏരിയയിൽ 17 പഞ്ചായത്തുകൾ വയനാട്ടിൽ ഇതുപോലെ സെൻസിറ്റീവാണ്. ഇപ്പോൾ ഇവിടെ പൊട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. കുറിച്ചുമല പൊട്ടിയിട്ടുണ്ട്. ഇനി പൊട്ടാൻ റെഡി ആയിരിക്കുന്ന 6-7 ലൊക്കേഷൻസ് ഉണ്ട്. ഭാഗ്യത്തിന് ഇന്നലെ രാത്രി ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു കളക്ടറേറ്റിൽ നിന്ന്. എല്ലാം ഈ പറഞ്ഞ അതർ സെൻസിറ്റീവ് ആയിരുന്ന ആളുകൾ മാറ്റിയിട്ടുണ്ട്. അവിടെ ഒരു സ്ഥലത്ത് ഇന്നലെ രാത്രി 10:30 മണിക്ക് ഈ ചളിവെള്ളം പോലത്തെ കലക്കുവെള്ളം വരുന്നുണ്ടായിരുന്നു. അവിടെ നാളത്തെ മണിക്കൂർ മലയിലോട്ട് അവർ രാവിലെ മാറി. പക്ഷേ മോർണിംഗ് ഇറ്റ് വാസ് ക്ലിയർ. നമുക്കിപ്പോൾ കുറച്ച് കാം ആണ്. പക്ഷേ വാട്ടർ ലെവലൊന്നും പോയിട്ടില്ല. സാച്ചുറേഷൻ ഇനി കുറയണമെങ്കിൽ ഒരു 3-4 ദിവസത്തെ സൺലൈറ്റ് ഒക്കെ വരണം. എന്നിട്ട് മഴ പെയ്താൽ നമുക്ക് പ്രശ്നമില്ല. ഇതിന്റെ മേലെ ഇപ്പൊ ഇന്നിപ്പോ ഒരു 100 മില്ലിമീറ്റർ മഴ പെയ്യുന്നുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും ഉരുൾപൊട്ടും. ദിസ് ഇസ് ദ സിറ്റുവേഷൻ. ഇപ്പൊ എൻ്റെ കേരള നോക്കുമ്പോൾ നമുക്ക് ഇത് കാണില്ല. ബിക്കോസ് വയനാട് ഹാസ് എ എൻറ്റയർലി ഡിഫറെന്റ് ജോഗ്രഫി. ഇത് ഈസ്റ്റേൺ സ്ലോപ്പിൽ നിൽക്കുന്ന ഭാഗമാണ്. പകുതി ഭാഗം ഡെക്കാൻ പ്ലാറ്റു ആണ്. കേരളത്തിന്റെ ബാക്കിയെല്ലാം മുഴുവൻ വെസ്റ്റ്വേർഡ് സ്ലോപ്പിലെ ഡിസ്ട്രിക്റ്റ് ആണല്ലോ. വയനാടും അട്ടപ്പാടിയാണ് ഈസ്റ്റേൺ സ്ലോപ്പിലുള്ളത്. വയനാട് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നോർത്താണ്. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ഡെക്കാൻ പ്ലാറ്റു ആൻഡ് വെസ്റ്റേൺ ഗാട്സ്. അപ്പൊ നമ്മൾ കേരളത്തിന് വേണ്ടി കാണിക്കുന്ന ഒരു മഴയുടെ പാറ്റേൺ അല്ല ഇവിടെ കിട്ടുക. അപ്പൊ ഇതിന്റെ മേലെ അടിക്കുന്ന മഴ ഇവിടെ പെയ്ത് കഴിഞ്ഞ് നേരെ കിഴക്കോട്ടേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിന്റെ വെസ്റ്റേൺ സ്ലോപ്പിലും ഈസ്റ്റേൺ സ്ലോപ്പിലും ധാരാളം. ഇപ്പൊ ഈസ്റ്റേൺ സ്ലോപ്പിലാണ് ഈ പറയുന്ന ക്ലൗഡ് ബേസ്റ്റ് പോലത്തെ ഉണ്ടാകുന്നത്. അത് ആ മൗണ്ടന്റെ ഒരു പ്രത്യേകതയും കൂടിയാണ്.